ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹൗസിൽ ഏറ്റവും വൃത്തിയുള്ള ആളെ തിരഞ്ഞെടുക്കാനും വൃത്തിയില്ലാത്ത ആളെ തിരഞ്ഞെടുക്കാനും. അപ്പോൾ അനുമോളെ ചാൻസ് വന്നപ്പം അനുമോൾ തിരഞ്ഞെടുത്തത് ഏറ്റവും വൃത്തിയുള്ള ആളായിട്ട് ബിന്നിനെയും വൃത്തിയില്ലാത്ത ആളായിട്ട് രേണുസുധീനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രേണുസുധീൻ്റെ തലയിൽ പെയിൻ ഉണ്ട്, ചിലപ്പോൾ അത് എക്സ്റ്റൻഷൻ വെച്ചത് കൊണ്ടായിരിക്കാം. പക്ഷേ എന്നാലും ഒരു ഡെയിലി കുളിക്കാന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനൊക്കെ ഉണ്ടാവും എന്നൊക്കെ പിന്നെ അനു പറയുന്നുണ്ട്. അപ്പോൾ അത് രേണുസുധിക്ക് ഭയങ്കര ഹേർട്ടായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ രേണുസുധി ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ഞാൻ ക്വിറ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. കാരണം എൻ്റെ തലയിൽ ഈ ഒരു പ്രശ്നമുള്ളത് ഞാൻ ഇവിടെ വരുന്ന മുന്നേ ട്രീറ്റ്മെൻറ്റിനായിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഈ ഒരു പെയിനിൻ്റെ പ്രശ്നമാകുമ്പോൾ അത് ഇത്രയും ആൾക്കാർ ഇവിടെ താമസിക്കുന്നതല്ലേ, അപ്പോൾ എല്ലാവരുടെ തലയിലേക്കും ഇത് പകരാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ക്വിറ്റ് ചെയ്യാൻ റെഡിയാണെന്ന് കരഞ്ഞുകൊണ്ട് രേണുസുധി പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് അപ്പോൾ രേണുസുധീൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് പറഞ്ഞതാണ്. കാരണം ഇതിപ്പോൾ പേഴ്സണലി പറയാമെന്നുണ്ടെങ്കിലും ഇത്രയും 70 ക്യാമറ ഒക്കെ ഉള്ള ഇതിന് പേഴ്സണലി പറഞ്ഞാലും പബ്ലിക്കായിട്ട് പറഞ്ഞാലും അത് ആളുകളുടെ ഇടയിലേക്ക് അത് എത്തുന്നുള്ളത് രേണുസുധിക്ക് തീരെ ഓർമ്മയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ 2 ദിവസം മുന്നേ സരികയൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു പെയിനിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് തന്നെ. പക്ഷേ അന്നേരം രേണുസുധിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ഹൗസിലും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ജാസ്മിനും നോറയും തമ്മിൽ അപ്പോൾ വൃത്തിയില്ലാത്ത ആളെ പറയാൻ പറഞ്ഞപ്പോൾ നോറനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതേ സെയിം റീസൺ തന്നെയാണ് പറഞ്ഞത്. നോറൻ്റെ സ്വഭാവം വെച്ച് നോറ കരഞ്ഞ് അതിൽ നിന്നൊരു കണ്ടൻ്റൊക്കെ ഉണ്ടാക്കാൻ വരെ നോക്കേണ്ട ഒരു ആളാണ്. പക്ഷേ നോറ അത് നല്ല നിലക്കെടുത്ത് നോറ ബിഗ് ബോസിനോട് ഒരു ചീർപ്പ് ആവശ്യപ്പെട്ടിട്ട് അതെല്ലാം ക്ലീൻ ആക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നോറ വരെ അത് അതിൻ്റെ രീതിയിലാണ് സെൻസിലാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ രേണുസുധി നേരെ തിരിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ ഇപ്പോൾ ഇവർ 17 ആൾക്കാരുണ്ടല്ലോ. പക്ഷേ ആ 17 ആൾക്കാരിൽ ഒരു 10 ആൾക്ക് ഒരാളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ ആൾ എന്തെങ്കിലും ചെറിയ സംഗതി ആയിക്കോട്ടെ വലിയ സംഗതി ആയിക്കോട്ടെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടത്തോടുള്ള ഒരു അറ്റാക്കാണ്. അപ്പോൾ ചെറിയ സംഗതിയിൽ ആ ആളങ്ങോട്ട് കൂട്ടത്തോടെ ആക്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഹരമാണ് ഈ ഒരു സീസണിലുള്ള ആൾക്കാർക്ക്. അത് കുറച്ച് ദിവസം മുൻപ് വരെ അനീഷിനോടായിരുന്നു ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നത്. പക്ഷേ അനീഷിനോട് ഇപ്പോൾ എല്ലാവരും ഒരു ഓക്കെ എന്നുള്ള ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഈ നോമിനേഷനിലും അനീഷ് വന്നിട്ടില്ല. അതന്നെ അനീഷിന് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇപ്പം ടാർഗറ്റ് ചെയ്യുന്നത് അനുവിനാണ്. കാരണം അനു ഒരു മൊണ്ണാന്ന് വിളിച്ച് പിന്നെ ജിസേലുമായിട്ടുള്ള പ്രശ്നം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് അനുവിനാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അനു എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരത് ഫുള്ള് അത് റോങ് ആയിട്ടാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. ഇതിൽ ബിന്നി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇതിനൊക്കെ മെഡിസിൻ ഉണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു മെഡിസിൻ രേണു ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ബിന്നി ആ ഒരൊറ്റ വാക്കിൽ പറയുന്നത് കേട്ടോ. പിന്നെ രേണുസുധി തന്നെ പറയുന്നുണ്ട് അത് പബ്ലിക്കായിട്ട് പറയേണ്ടിയില്ലായിരുന്നു. കാരണം ഇവർക്ക് വീട് വെച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തതും അതിൽ കെട്ടിക്കൊടുത്ത ആൾക്കാരതൊക്കെ പ്രശ്നം വന്നപ്പോഴേ രേണുസുധി പബ്ലിക്കായിട്ട് തന്നെയാണ് അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലേ, അത് തിരിച്ചു വന്നതാണ്.